ഇറാനെതിരെ നടത്തിയ ആക്രമണം ഇസ്രയേലിനെ സർവത്ര കുഴപ്പത്തിലേക്ക് ചാടിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം സാമ്പത്തികമായി തന്നെ ഇസ്രയേലിനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കനത്ത ചെലവ് കാരണം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞു. മാത്രമല്ല, ഇറാനുമായുള്ള സംഘർഷ സമയത്തെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിന് നാണക്കേടുമാവുകയാണ്. അതേസമയം ബ്രിക്സ് ഉച്ചകോടി ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ചത് ഇറാനെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയമായി മാറി. ഇറാനുമായുള്ള 12 ദിവസത്തെ സംഘർഷത്തിൽ ഇസ്രയേലിന് ഏകദേശം $12 ബില്യൺ ചെലവുണ്ടായെന്നാണ് ആരോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് പോളിസി പറയുന്നത്. ഒപ്പം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് $3 ബില്യൺ നാശനഷ്ടമുണ്ടായെന്ന് ബ്ലൂബർഗിന്റെ റിപ്പോർട്ടും പറയുന്നു. ഇസ്രയേൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പതിവില്ലാത്ത പരിഭ്രാന്തി ഇറാന്റെ പ്രത്യാക്രമണം സൃഷ്ടിച്ചു. വിമാന ഗതാഗതത്തിലെ നിയന്ത്രണം കാരണം വ്യോമയാന മേഖലയിൽ $6 മില്യൺ നഷ്ടമുണ്ടായെന്ന് കണക്കുകൾ പുറത്തുവരുന്നു. ഇങ്ങനെ പരോക്ഷ ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ ഇറാനെ ആക്രമിച്ചത് വഴി ഇസ്രയേലിന് നഷ്ടം $20 ബില്യൺ ആണെന്ന് സാമ്പത്തിക ഏജൻസികൾ കണക്കാക്കുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലനം എന്ന നിലയിലാണ് ഇസ്രയേലിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 3.5% നിന്ന് 3.33% കുറഞ്ഞത്.